നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും സവാള കൊണ്ടുവരുന്നുവെങ്കിൽ അത് മോശമാണെന്ന് പറഞ്ഞ് അത് പുരയിടങ്ങളിൽ വലിച്ചെറിയരുത്. പുരയിടം ചീത്തായി പോകും. കാരണം പുരയിടത്തിനകത്ത് സൾഫർ കൂടും. സൾഫർ കാരണം പുരയിടം ചീത്തായി പോകും. അതുകൊണ്ട് ആയുർവേദത്തിൽ പറയുന്നത് അത് പുരയിടത്തിന് വെളിയിൽ വലിച്ചെറിഞ്ഞ് കളയണം സവാള. അടുത്തത്, മത്സ്യങ്ങളിൽ അയലയും അയലയുടെ വർഗത്തിൽപ്പെട്ടതാണ് കൊഴിയാള, പശുവും എരുമയും പോലെ. അത് രണ്ടും ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ യൂറിക് ആസിഡ് ഉള്ള രണ്ട് മീനാണ് അയലയും കൊഴിയാളയും. യൂറിക് ആസിഡ് ഏതാണ്ടുള്ള എല്ലാത്തിലും ഉണ്ട്, എങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ബീട്രൂട്ടിലും അയല കൊഴിയാളയിലും ചെറുപയറിലുമാണ്. ചെറുപയർ അക്കാരണത്താൽ ഒരു ദിവസം 25 ഗ്രാമിനപ്പുറം ഉപയോഗിക്കാൻ പാടില്ല. അടുത്തത് മാംസം. മാംസങ്ങളിൽ കഴിക്കാൻ പാടില്ലാത്തത് ബ്രോയിലർ ചിക്കനും കഴിക്കാൻ പാടില്ല, ആട്ടിറച്ചിയും കഴിക്കാൻ പാടില്ല. ആട്ടിറച്ചിയെ കുറിച്ച് പറയുന്നത് കഠിനമായ ജോലി ചെയ്യുന്നവർ ആട്ടിറച്ചി കഴിക്കരുത്. പിന്നെയോ അതികഠിനമായ ജോലി ചെയ്യുന്നവർ മാത്രമേ ആട്ടിറച്ചി കഴിക്കാവുള്ളൂ. കാരണം അത്രമാത്രം കൊഴുപ്പ്, ലോകത്തിലെ ഏറ്റവും കൊഴുപ്പ് കൂടിയ ഇറച്ചിയാണ്, മാംസമാണ് ആട്ടിറച്ചി. ലോകത്തിലെ ഏറ്റവും കൊഴുപ്പ് കുറഞ്ഞ മാംസം ബീഫാണ്. ലോകത്തിലെ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള മാംസങ്ങളിൽ വെച്ച് ശാസ്ത്രജ്ഞന്മാർ പരീക്ഷിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഏറ്റവും വലിയ സത്യം, ബീഫിൻ്റെ പകുതി ഗുണമുള്ള ഒരു മാംസവും ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ബീഫിൻ്റെ പുറത്താണ് കൊഴുപ്പ്, ബീഫിൻ്റെ അകത്ത് കൊഴുപ്പില്ല. അതുകൊണ്ടാണ് ബീഫ് കറി വയ്ക്കുമ്പോൾ കൊഴുപ്പ് വെട്ടിയിടുന്നത്. കാരണം അതിനകത്ത് കൊഴുപ്പ് വളരെ കുറവാണ്. അപ്പോൾ രുചിക്ക് വേണ്ടി കൊഴുപ്പ് വെട്ടിയിടും. പക്ഷെ കൊഴുപ്പ് വെട്ടിയിടരുത്, പകരം കൊഴുപ്പില്ലാതെ നമ്മൾ കറി വയ്ക്കണം. കറി വെച്ചതിന് ശേഷം കറി ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് 3/4 മിനിറ്റ് ചൂടാക്കി ഇളക്കണം. 3/4 മിനിറ്റ്. അതിനുശേഷം തീ അണച്ച് 15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ബീഫ് എടുത്താൽ മതി. അപ്പോൾ നല്ല രുചി കിട്ടും. അടുത്തത്, വാഴപ്പഴങ്ങളിൽ 2 എണ്ണം കഴിച്ചുകൂടാ. മോറിസ് പഴവും കഴിക്കാൻ പാടില്ല, പാളയംകോട പഴവും കഴിക്കാൻ പാടില്ല. നാരങ്ങ വെള്ളവും നാരങ്ങ അച്ചാറും ഉപയോഗിക്കാൻ പാടില്ല. അത് എല്ല് ദ്രവിച്ചു പോകുന്നതിന് കാരണമാവും. അല്ലാതെ അനവധി രോഗങ്ങൾക്ക്, വൃക്ക തകരാറാകുന്നതിനെല്ലാം കാരണമാകും. അതുപോലെ നെല്ലിക്ക ഒരു ഭക്ഷ്യവസ്തുവല്ല, അതൊരു മരുന്നാണ്. അത് എത്ര ചെറുതായാലും ഒരു ദിവസം ഒരെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. പിന്നെ അടുത്തത്, പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ നല്ല പഴുത്തതിന് ശേഷമേ കഴിക്കാവുള്ളൂ. ഇളം പഴുപ്പ് കഴിച്ചുകൂടാ. അതുകൊണ്ടാണ് പക്ഷികളും മൃഗങ്ങളും നല്ല പഴുത്തത് കഴിച്ചിട്ട് ഇളം പഴുപ്പ് അവിടെ നിർത്തിയിരിക്കുന്നത്. ഇളം പഴുപ്പ് നമ്മൾ കഴിച്ചാൽ അതിനകത്തിരിക്കുന്ന കറ നമ്മുടെ ഉള്ളിൽ പോകും. കറ ഉള്ളിൽ പോയാൽ അത് നമ്മുടെ ഗ്രന്ഥികളെല്ലാം വീക്കാകുന്നതിനും തടി കൂടുന്നതിനും എല്ലാം കാരണമായി. ഇവിടെ തന്നെ അല്ലേ?